സുഹൃത്തുക്കളെ, ഞാൻ ഇപ്പോൾ നിൽക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വനത്തിനുള്ളിലാണ്, ഒരു തോട്ടിൻ്റെ സൈഡിലാണ് ഞാൻ നിൽക്കുന്നത്. ഞാൻ വീഡിയോ ചെയ്യാനുള്ള കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വീഡിയോയോടുകൂടി ഞാൻ എൻ്റെ വീഡിയോ കലാപരിപാടി നിർത്തുകയാണ്. കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ മേലേമുക്കിൽ ജംഗ്ഷനിൽ നമ്മുടെ തിലകൻ ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിലായിട്ട് മെറ്റിൽ കിടക്കണമെന്ന് പറഞ്ഞു. ഞാൻ അതിൻ്റെ ഒരു വീഡിയോ എടുത്ത് 1 മണിക്കൂർ മുമ്പായിട്ട് ആ മെറ്റിൽ അവിടെ നിന്ന് മാറ്റുകയുണ്ടായി. രണ്ടാമത് എൻ്റെ നാടായ കോട്ടൂർ ചന്തയെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ചന്ത അവർ വൃത്തിയാക്കിയിട്ടിട്ടുണ്ട്. പിന്നീട് നമ്മുടെ കോട്ടൂർ ഇരിക്കുന്ന ഒരു വെയിറ്റ് ഷെഡ് പുരാവസ്തു, അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ റോഡുകളിൽ കിടക്കുന്ന വേസ്റ്റുകളെക്കുറിച്ച് ചെയ്തിട്ടുണ്ട്. കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലം ചെയ്തിട്ടുണ്ട്. മെയിനായിട്ട് നമ്മുടെ കുറ്റിച്ചൽ ജംഗ്ഷനിൽ ചന്തയുടെ സൈഡിൽ, കാരണം ഇപ്പോഴും വേനൽക്കാലമായതുകൊണ്ട് നമ്മുടെ നാടിനെ സംബന്ധിച്ചെന്ന് പറയുമ്പോൾ വെള്ളത്തിന് വളരെ ക്ഷാമമേറിയ സമയമാണ്. അപ്പോൾ ആ കുറ്റിച്ചൽ ചന്തയുടെ ഭാഗത്തായിട്ട് ഒരു അരുവിയുണ്ട്. ആ അരുവിയുടെ ഫുള്ള് കാടും വേസ്റ്റുകളും കൊണ്ട് നിറച്ചിട്ടിട്ടുണ്ട്. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് കുറ്റിച്ചൽ ജംഗ്ഷനിൽ ഒരു ബാത്റൂം, ഇപ്പോൾ അതിൻ്റെ വിശ്രമ കേന്ദ്രവും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് അത് ചെയ്ത് 4 ലക്ഷം രൂപ കൊടുത്ത് മെയിൻ്റനൻസൊക്കെ ചെയ്ത് പൂട്ടിയിട്ടിട്ടുണ്ട്. അത് ഓപ്പൺ ആക്കിയിട്ടില്ല. അപ്പോൾ അതിൻ്റെയൊക്കെ ഉള്ള ചെറിയ ചെറിയ വീഡിയോകളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൂടെ നിന്ന എല്ലാവർക്കും, എല്ലാ കൂട്ടുകാർക്കും, എൻ്റെ ഗുരുനാഥന്മാർക്കും നന്ദി, നമസ്കാരം. ഇനി സജീർ എന്ന് പറഞ്ഞ വ്യക്തിയുടെ വീഡിയോ ഇനി ഉണ്ടായിരിക്കുന്നതല്ല. കാരണം സുഹൃത്തുക്കളെ, ഒരു സപ്പോർട്ട് പോലും ആരും ചെയ്യുന്നില്ല. അതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ നിർത്തി. നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന നല്ലതായ കാര്യങ്ങൾ തനതായ പച്ചയോടെ ഇത് വെളിപ്പെടുത്തുകയും ജനങ്ങളെ അറിയിക്കുകയും അവർക്കുള്ള എല്ലാ കാര്യങ്ങളിലെയും കൂടെ നിൽക്കുന്ന ഒരു സുഹൃത്താണ് നമ്മുടെ സജീർ. അപ്പോൾ സമൂഹത്തിന് ഇത് അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അദ്ദേഹം ഒറ്റയ്ക്ക് കഷ്ടപ്പെട്ടിട്ട് കഥയില്ല. ഈ സമൂഹ പാഠം എന്ന് പറയുമ്പം മനുഷ്യർ മനസ്സിലാക്കേണ്ടതാണ്. നമുക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹം ഇത്രയും കഷ്ടപ്പെട്ട് കാര്യങ്ങളെല്ലാം ഒരേ ലൈക്കായിട്ട് പോലും ഇടുന്നത്. അപ്പോൾ സ്വന്തം മൊബൈലുള്ള ഒരു ലൈക്ക് ഇല്ലെങ്കിൽ പോലും എന്തൊരു സുഹൃത്തെന്ന് പറയാൻ, ഏത് സുഹൃത്ത്? അപ്പോൾ സമൂഹത്തിൽ പാഠമുണ്ട്, അത് പഠിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ്. അത് അറിയുന്ന സമൂഹത്തിൻ്റെ പഠനം എന്ന് പറയുമ്പോൾ സമൂഹ പഠനം, അത് സമൂഹ പാഠം, അത് അറിയാമെന്നുള്ളവർക്കല്ലേ അറിയാവൂ. എല്ലാവരും അറിയണമെന്നില്ല. ഈ അറിയുന്നവരെങ്കിലും നിങ്ങൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഇദ്ദേഹം ഈ ചെയ്തിട്ട് കഥയില്ല. അപ്പോൾ അതുകൊണ്ട് പൊട്ടൻ്റെ മുമ്പ് ശങ്കൂതിയിട്ട് കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഈ പരിപാടി ഇന്നത്തോടുകൂടി ഈ പ്രോഗ്രാം നിർത്തിയാണ്. മാമ ഒന്ന് കൈയടിച്ചാ, കൈയടിച്ചേ. അപ്പോൾ എല്ലാവർക്കും ബായ്.